കാർവാറിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. നാവികസേന സോണാർ പരിശോധന നടത്തി ലോറിയുടെ സ്ഥാനം കണ്ടെത്തി പിന്നീട് പുഴയിലിറങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തതിനെ തുടർന്ന് ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായി. നമ്മൾ കളക്ടർ ബന്ധപ്പെട്ടിരുന്നു ഇന്നലെ. ഇവിടെ ഇന്നത്തെ ഒഴുക്കിനനുസരിച്ചിട്ടുള്ള സെർച്ചിങ് പുനരാരംഭിക്കുമെന്ന് അറിഞ്ഞത്. നേവി വന്നിട്ട് അവരെ തിരച്ചിൽ ആരംഭിക്കുന്ന രീതി തന്നെയാണ് അറിയാൻ പറ്റിയത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും കനത്ത മഴയുമായിരുന്നു തിരച്ചിൽ നിർത്തിവെക്കാൻ കാരണം. ദിവസങ്ങൾക്ക് ശേഷം പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതോടെ നാവികസേന തിരച്ചിലിനിറങ്ങാൻ സന്നദ്ധരായതോടെയാണ് ദൗത്യം വീണ്ടും സജീവമായത്. എന്നാൽ ഔദ്യോഗിക അനുമതി നൽകാത്തതിന്റെ കാരണം ഇതുവരെയും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. ഇവർ യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരും റെഡിയാണ് ഇത് ചെയ്യാൻ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്ന് മുതലേ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ആ ഒരു തന്നെയാണ്. ഗംഗാവലി പുഴ ശാന്തമായി ഒഴുകുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലെ അടിയൊഴുക്കുകളെക്കുറിച്ച് അർജുന്റെ ബന്ധുക്കൾക്ക് ഇപ്പോഴും കൃത്യമായൊരു ധാരണ ലഭിക്കുന്നില്ല. എന്താണ് ഉദ്യോഗസ്ഥർ മുന്നോട്ടേക്ക് വയ്ക്കുന്ന തടസ്സമെന്നത് ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമായി മാറിയേക്കും. ഷിരൂരിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.